മക്കളെ നമ്മുടെ thermal properties of matter എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒന്നാണ് ടെമ്പറേച്ചർ കൺവേർഷൻസ് അല്ലേ. നമുക്ക് 3 ടൈപ്പ് ഓഫ് ടെമ്പറേച്ചർ സ്കെയിലുകളാണുള്ളത്. ഏതൊക്കെയാണ്? ഡിഗ്രി സെൽഷ്യസ്, അതുപോലെ തന്നെ ഫാരൻഹീറ്റ്, അതുപോലെ തന്നെ കെൽവിൻ സ്കെയിൽ അല്ലേ. അപ്പം ഈ 3 സ്കെയിലുകളിലേക്കും നമുക്ക് ടെമ്പറേച്ചറുകൾ തന്നിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടേ ഇക്വേഷൻസ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഈ ഒരു ഏതൊരു ടെമ്പറേച്ചർ സ്കെയിൽ തന്നാലും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം എന്താണ് ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ഫാരൻഹീറ്റിലേക്കുള്ള കൺവേർഷൻ എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ ഒന്നേ ഉള്ളൂ. C/5 is equal to F minus 32/9. ഈ ഒരു ഇക്വേഷൻ പഠിക്കുക. ആൻഡ് ഓൾസോ ഡിഗ്രി സെൽഷ്യസ് അല്ലേ, കെൽവിൻ ഇസ് ഈക്വൽ ടു എന്താണ്? ഡിഗ്രി സെൽഷ്യസിലെ 273 കൂട്ടുക. ഈ ഒരു കാര്യം മാത്രമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളൂ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈസി പീസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ ടെമ്പറേച്ചർ കൺവേർഷൻസും ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഡിഗ്രി സെൽഷ്യസിനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഫാരൻഹീറ്റിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഡിഗ്രി സെൽഷ്യസിനെ നമുക്ക് കെൽവിൻ സ്കെയിലിലേക്ക് മാറ്റാൻ പറ്റും. ഇനി നമുക്ക് ഫാരൻഹീറ്റിലാണ് ഒരു ടെമ്പറേച്ചർ തരുന്നതെന്നുണ്ടെങ്കിൽ അതിനെ ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് കെൽവിനിലേക്ക് വേണമെങ്കിൽ മാറ്റാം. അപ്പോൾ ജസ്റ്റ് 2 എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ 2 ഇക്വേഷൻസ് പഠിക്കുക. C/5 is equal to F minus 32/9 ആൻഡ് ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273 ആണ് കെൽവിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 37 ഡിഗ്രി സെൽഷ്യസിനെ നമുക്ക് എന്തിലേക്ക് മാറ്റണം? കെൽവിനിലേക്കും അതുപോലെ തന്നെ ഫാരൻഹീറ്റിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പോൾ നോക്കൂ, കെൽവിനിലേക്ക് മാറ്റാനാണ് ഏറ്റവും എളുപ്പം. ഡിഗ്രി സെൽഷ്യസിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? 273 വെച്ച് പ്ലസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 37 പ്ലസ് 273 ചെയ്യാം. എത്രയാണ് മക്കളെ കിട്ടുന്നത്? വേറെ ഒന്നുമല്ല, 013 അല്ലേ, 310 കെൽവിൻ എന്ന് കിട്ടി ആണല്ലോ. 3 7 0, യെസ്, 310 കെൽവിൻ കിട്ടി. ഇനി ഫാരൻഹീറ്റിലേക്ക് മാറ്റണം. അപ്പോൾ ഫാരൻഹീറ്റിലേക്ക് മാറ്റാനുള്ള ഇക്വേഷൻ എന്താ? C/5 is equal to F minus 32/9 എന്നാണ്. C എന്ന് പറയുന്നത് എത്രയാ? 37 ആണ്. സോ 37/5 is equal to F minus 32/9. അപ്പം മിസ്റ്റർ 9 ഇങ്ങോട്ടേക്ക് എടുക്കുവാണ്. അപ്പോൾ എന്ത് വന്നു? 37/5 into 9 is equal to F minus 32. ഓക്കെ, ഇനി ഇത് നമ്മുടെ കാൽക്കുലേറ്റർ എടുത്ത് ചെയ്യുക എന്നുള്ളതാണ്. 37 into 9 divided by 5 എന്ന് കിട്ടി. ദാറ്റ് ഈസ് 66.6. ഓക്കെ, 66.6 is equal to F minus 32. സോ F is equal to 66.6 plus 32 എന്ന് വരും. അപ്പോൾ അതിൽ കൂടെ ഒരു 32 കൂടെ കൂട്ടാം. എത്രയാണ് വരുന്നത്? 66.6 പ്ലസ് 32 എന്ന് വരും. ദാറ്റ് ഈസ് 98.6 ഡിഗ്രി ഫാരൻ എന്നാണ് വരിക. എന്താണ് മക്കളെ? 98.6 ഡിഗ്രി ഫാരൻ എന്ന് കൃത്യമായിട്ട് നമുക്ക് കിട്ടി. ഓക്കെ, റെഡിയാണോ? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നോക്കൂ, ഒരു ഡിഗ്രി സെൽഷ്യസിനെ നമുക്ക് കെൽവിനിലേക്കും അതുപോലെ തന്നെ ഫാരൻഹീറ്റിലേക്കും ഈസി ആയിട്ട് മാറ്റാൻ പറ്റും. അടുത്തത് നോക്കൂ, 273 കെൽവിൻ ആണ്. ഇതിനെ നമുക്ക് എന്തിലേക്ക് മാറ്റാം? ഡിഗ്രി സെൽഷ്യസിലേക്കും അതുപോലെ തന്നെ ഫാരൻഹീറ്റിലേക്ക് മാറ്റാം. ആദ്യം ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റാൻ നമുക്കറിയാലോ, കെൽവിൻ സ്കെയിൽ ഈസ് ഈക്വൽ ടു ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273. അങ്ങനെയാണെങ്കിൽ C ഈസ് ഈക്വൽ ടു K മൈനസ് 273 എന്ന് വരും. ദാറ്റ് ഈസ് 273 മൈനസ് 273, അതായത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലേ. 0 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ C എന്ന് പറയുന്നത്. ഇതിന് ഇനി ഫാരൻഹീറ്റിലേക്ക് മാറ്റാൻ എന്താ ഇക്വേഷൻ? C/5 ഈസ് ഈക്വൽ ടു F മൈനസ് 32/9 ആണ് അല്ലേ. അപ്പോൾ ഡിഗ്രി സെൽഷ്യസ് നമുക്ക് ഓൾറെഡി കിട്ടി, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് 0/5 ഈസ് ഈക്വൽ ടു F മൈനസ് 32/9 അല്ലേ. അപ്പം 0 ആണ്. 0 ഈസ് ഈക്വൽ ടു F മൈനസ് 32/9 എന്ന് വന്നു. F മൈനസ് 32 ഈസ് ഈക്വൽ ടു, ഈ 9 ഇങ്ങോട്ട് എടുക്കുമ്പോൾ 0. ദാറ്റ് ഈസ് F ഈസ് ഈക്വൽ ടു 32 ഡിഗ്രി ഫാരൻ എന്ന് കിട്ടി. ദാറ്റ് ഈസ് 32 ഡിഗ്രി ഫാരൻ എന്ന് കിട്ടി. വളരെ ഈസി ആയിട്ടുള്ള 2 ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏതൊരു ടെമ്പറേച്ചറിനെയും ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 2 ഇക്വേഷൻസ് മാത്രം പഠിച്ചുകൊണ്ട് അടിപൊളിയായിട്ട് ഏതൊരു ടെമ്പറേച്ചർ കൺവേർഷൻ ചോദിച്ചാലും ചെയ്യാൻ വേണ്ടി എൻ്റെ മക്കൾ കോൺഫിഡൻ്റ് ആവുക. അപ്പോൾ കോൺഫിഡൻസ് ആയി എന്നുണ്ടെങ്കിൽ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. നമുക്ക് അടിപൊളിയായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.